മെഹന്തിയുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോ വീട്ടിൽ കല്യാണം നടക്കാൻ പോവാണോ? ആരുടെ? ആ നിന്റെ അനിയത്തി ഉണ്ടല്ലോ അവള്, ആലിയ, അവളുടേതാണോ? ഇല്ല ചമ്മ, ആക്ച്വലി ഞാൻ സാറിനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു കോൺട്രാക്ടിന്റെ കാര്യം സംസാരിക്കാൻ. 1 വീക്ക് കഴിഞ്ഞ് മതി. 1 വീക്ക് കഴിഞ്ഞ് മീറ്റ് ചെയ്യാന്ന് പറയാം. ഇല്ല, അത് ശരിയാവില്ല. ഒരാഴ്ച കഴിയുമ്പോ അദ്ദേഹം എവിടെ പോവും? എങ്കിൽ പിന്നെ നമുക്ക് 1 മാസം കഴിഞ്ഞിട്ട് സംസാരിക്കാം. കഴിയുമ്പോ അദ്ദേഹത്തിന് സാറിനെ കാണാനാവില്ല. ആണെങ്കിൽ പിന്നെ അത് അയാളുടെ ലോസ് അല്ലേ. ഇനി നീ ഇടയിൽ കയറി സംസാരിക്കല്ലേ. ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് പിന്നെ അത് ആക്ച്വലി എന്റെ കല്യാണമാണ്. എന്താ? എന്തുപറ്റി? നിങ്ങളെന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചിട്ട് രണ്ടാമത് കഴിക്കുന്ന പോലെ. നിങ്ങളൊക്കെ ഒന്ന് ഇരിക്കേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അത് കാര്യം എന്താന്ന് വെച്ചാ, എന്നും ഇങ്ങനെ ബാച്ചിലറായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിച്ചല്ലേ പറ്റൂ. എനിക്ക് ഇത്ര പെട്ടെന്ന് കല്യാണത്തിനൊന്നും താല്പര്യമില്ലായിരുന്നു. സാഹചര്യം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. ഞാൻ നിങ്ങളെ വെറുതെ എൻ്റെ വിഷമം പറഞ്ഞ്. എനിവേസ്, കല്യാണ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, പക്ഷേ മെഹന്തി നാളെയാണ്. പിന്നെ നിങ്ങളെല്ലാവരും നാളെ വരണം. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എനിക്ക് എൻ്റെ അച്ഛമ്മയുടെ അനുഗ്രഹം പോലെ തന്നെയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് വരുമല്ലോ അല്ലേ? പിന്നെ നാളെ നീ കൃത്യസമയത്ത് തന്നെ എത്തണം. കാര്യം ഒരുപാട് ജോലിയുള്ളതാണ്. പിന്നെ നാളെ നിന്റെ വീട്ടുകാരെയും കൊണ്ടുവരണം. ഇനി നീ ഇവരെ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ഒരാഴ്ചത്തെ സാലറി ഞാൻ കട്ട് ചെയ്യും. ശരി, ഞാൻ ഇറങ്ങട്ടെ. നേരെ ഒരുപാടായി. ഒരുപാട് ജോലികൾ ഇനിയും ബാക്കിയുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ ദി ടീ. ശരിക്കും സ്ട്രോങ് ആയിരുന്നു. അത് ഇന്ന് ഓ മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാനേ വയ്യ ഇതൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന്. ഇന്ന് മെഹന്തി, പിന്നെ എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞ കല്യാണം. ഫൈനലി ഞാൻ എന്റെ സ്വപ്നം നടത്താൻ പോവാ. പിന്നെ അബി എന്റേതാവാൻ പോവാ. ഇതെന്തൊക്കെയാ ചേച്ചി? എന്നോട് ആദ്യമേ ഒന്ന് പറഞ്ഞൂടായിരുന്നോ? ഒരു ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നോ? ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നിട്ട് നമുക്ക് സന്തോഷമേ ഇല്ലല്ലോ. പിന്നെ ഈ ഡെക്കറേഷൻ കാണുമ്പോൾ എനിക്ക് കത്തിച്ച് കളയാനാ തോന്നുന്നേ. കണ്ടില്ലേ ചേച്ചി, അവൾ എങ്ങനെയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേന്ന്? വാ, ഇവളുടെ മൈലാഞ്ചിയിലെ മുളകുപൊടി ചേർക്കാനുണ്ട്. നിങ്ങൾ എന്തായി ചെയ്തേ? ഡെക്കറേഷൻ എന്തിനാ നശിപ്പിച്ചേ? ചേച്ചി, ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. എന്നിട്ട് ഇവള് പറയുന്ന കേട്ടില്ലേ ഞാൻ ഇവളുടെ ഡെക്കറേഷൻ ഇല്ലാതാക്കിയെന്ന്. സന്തോഷം കാരണം ഇവക്ക് ഭ്രാന്തായി. ഇവൾക്ക് ലോട്ടറി അടിച്ചില്ലേ? ഇവൾക്ക് ഇപ്പൊ ഭ്രാന്തായിട്ടില്ല, ആകാൻ പോകുന്നേ ഉള്ളൂ. ലോട്ടറി അടിച്ചത് ഇവൾക്കല്ല, വേറെ ആർക്കോ ആണെന്ന് അറിയുമ്പോ ഇവക്ക് ഭ്രാന്താവും. എനിക്കറിയാം നിങ്ങൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നെന്ന്. ഞാൻ ഇപ്പൊ തന്നെ അഭിയെ വിളിക്കാൻ പോവാണോ? എന്റെ കാര്യം പറയാനോ? എന്നാ വേഗം വിളിക്കിച്ചല്ലേ. അലിയ, ഇത് നോക്ക്, ഇവരെന്താ ചെയ്തെന്ന്. ഡെക്കറേഷൻ ഇവര് കൊളാക്കി. എന്റെ മെഹന്തി. നിനക്ക് ഇവളെ സപ്പോർട്ട് ചെയ്തെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വായ അടച്ചു വെച്ചോണം. കാരണം ഇനി ഇവൾക്കെങ്ങാനും ദേഷ്യം വന്നാൽ ഡെക്കറേഷൻ മാത്രമല്ല ഇവളെയും മുകളിൽ നിന്ന് എടുത്ത് താഴെയിടും. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛമ്മേ. അങ്ങനെ ചെയ്യാനും കഴിയില്ല. അത് മാത്രമായിട്ട് എന്തിനാ കേടാക്കുന്നത്? ബാക്കിയുള്ള സാധനങ്ങളും കേടാക്ക്. ഇതാ ഇങ്ങനെ ഇതും കൂടി കേടാക്ക്. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇതും കൂടി നശിപ്പിക്ക. എല്ലാത്തിനെയും നശിപ്പിക്ക. ഇനി ഏതെങ്കിലും ഡെക്കറേഷൻസ് ബാക്കിയുണ്ടോ? ഇതും കൂടി കളഞ്ഞേക്ക. അവിടെ കിടക്കട്ടെ. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു. ഇവരുണ്ടല്ലോ നിന്റെ ഡെക്കറേഷൻസോ നിന്റെ മെഹന്തി ഫംഗ്ഷനോ കൊളാക്ക അല്ല ചെയ്യുന്നത്. പ്രിയയുടെ ജോലി ഭാരം കൂട്ടുക ചെയ്യുന്നത്. കൂട്ടട്ടെ, നമുക്കത് നല്ലതല്ലേ. എന്തു പറ്റും നിങ്ങക്ക്? ചെയ്യുന്നില്ലേ? വാട്സാപ്പ് അച്ഛമ്മ ആന്റി, ഇതെങ്ങനെ താഴെ വീണേ? നേരത്തെ ഓക്കെ ആയിരുന്നല്ലോ. ആരാ തള്ളിയിട്ടെ? അബി, ഇതൊക്കെ ഇവരാ ചെയ്തത്. മനഃപൂർവ്വം ചെയ്തതാ. ആണോ? ഇത് ഇവരുടെ വീടല്ലേ, പിന്നെ ഇവരല്ലാതെ ആര് താഴെ ഇടും? നീയോ? ഇത്രയല്ലേ ഇട്ടോളൂ. ഇനിയും വലിച്ചെറിയ ചമ്മേ. കമോൺ. അബി, ഞാൻ പറഞ്ഞത് തമാശയല്ല. എന്താ? അലിയ, അലിയ, ഇത് നോക്ക്, ഇവരൊക്കെ ഇവരെന്താ ചെയ്തെന്ന്. ഡെക്കറേഷൻ ഇവര് കൊളാക്കി. എന്റെ മെഹന്തി. ശരി,
ഏട്ടാ ഇവള് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ നോക്ക്, അച്ഛമ്മയ്ക്കും ആന്റിക്കും ഡെക്കറേഷൻസ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരെ ദേഷ്യത്തിലെല്ലാം വലിച്ചെറിഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇതൊക്കെ ചേഞ്ച് ചെയ്തോളാന്ന്. ഇവള് പറഞ്ഞതിന്റെ ഉദ്ദേശം അതായിരുന്നു. റൈറ്റ് തനു? ഇഷ്ടപ്പെടാത്തത് എന്താന്ന് വെച്ചാ ഇനിയും വലിച്ചെറിഞ്ഞു. ആര് ചോദിക്കാനാ? വാ അച്ഛമ്മേ, നമുക്ക് പോയി ഒരു ഫോട്ടോ എടുക്കാം. ആലിയ, പിന്നെ എന്റെ ആ സെക്രട്ടറി ഇല്ലേ നിക്കിത, അവൾ വരുമ്പോ എന്റെ മുറിയിലോട്ടൊന്ന് വരാൻ പറയണം. ഡ്രസ് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട്. ഏട്ടാ ഡ്രസ് സെലക്ട് ചെയ്യാൻ അവൾ എന്തിനാ വരുന്നത്? തനു ഉണ്ടല്ലോ. തനുവിന് എങ്ങനെ അറിയാൻ എന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ? പിന്നെ നികിതയ്ക്ക് ആവുമ്പോൾ അതൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആവില്ലേ? മെഹന്തി അല്ലേ, അപ്പോൾ നല്ല ഡ്രസ് തന്നെ വേണ്ടേ? റോബിൻ, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റ്. അച്ചമ്മയ്ക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന്. അബിയോട് പറയാൻ എന്താ എന്നെ സമ്മതിക്കാത്തെ? ഇതൊക്കെ അവന്റെ അച്ഛമ്മ ചെയ്തെന്ന്. നിനക്ക് എന്താ ഭ്രാന്താണോ തനു? അച്ഛമ്മയെ നീ പ്രിയെ പോലെയാണോ കാണുന്നത്? എന്ത് അച്ഛമ്മയെ കുറിച്ച് പറഞ്ഞാലും ഏട്ടൻ കേട്ടോണ്ടിരിക്കാനായിട്ട്. അച്ഛമ്മയാണത് അച്ഛമ്മ. ഷീ മീൻസ് ദ വേൾഡ് ടു ഹിം. അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഏട്ടൻ നിന്നെ ആ സ്പോട്ടിൽ വെച്ച് എന്തെങ്കിലും പറയും. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? അച്ഛമ്മയും ആന്റിയും ഇതൊക്കെ ചെയ്യുന്നത് ദേഷ്യം കൊണ്ടാണെന്ന്. അവര് സ്വന്തം ദേഷ്യമല്ല കാണിക്കുന്നത് തനു. അവർക്ക് വേണ്ടത് നിന്റെ ദേഷ്യം കൂട്ടി നിന്നെ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യിക്കണമെന്നാ. എന്നാലേ ഏട്ടന് നിന്നോട് ദേഷ്യം തോന്നും. സോ പ്ലീസ് മിണ്ടാതിരിക്കെ, ശാന്തമായിട്ടിരിക്കെ. എന്താണോ നടക്കുന്നത് അതങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോവും. അതെ, ഞാൻ കണ്ടിരുന്നു. അത് അഭിസാന്റെ സഹോദരിയായിരുന്നു അവരെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തത്. എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹത്തെ മാറ്റുന്നതിന് പകരം അവർ ഫോട്ടോസ് എടുക്കുകയായിരുന്നു. പിന്നെ അഭിസാർ ആണെങ്കിൽ വളരെ ഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് സാറിന് അവിടെ നടക്കുന്ന ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അഭി സാധാരണ അത്ര കുടിക്കാറില്ലല്ലോ. പിന്നെ അന്ന് രാത്രി എങ്ങനെ? ലിമിറ്റിലായിരുന്നു. പക്ഷെ അദ്ദേഹം സ്വയം കുടിച്ചതല്ല. ആ ആലിയ അദ്ദേഹത്തെ നിർബന്ധിച്ച് കുടിപ്പിച്ചതാണ്. കുറച്ചൊക്കെ വാശി പിടിച്ചിട്ട്, കുറച്ചൊക്കെ ചതിയിലൂടെ. എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു ഏതെങ്കിലും ഒരു സഹോദരി സ്വന്തം സഹോദരന് ഇത്രയും ഡ്രിങ്ക് എന്തിനാ നൽകുന്നതെന്ന്. Then I thought, ചിലപ്പോ എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടി സെലിബ്രേറ്റ് ചെയ്തതായിരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. പക്ഷേ ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് അബിയുടെ മുന്നിൽ പറയാൻ കഴിയുമോ? യു നോ വാട്ട്, നിങ്ങളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അബിക്ക് വലിയൊരു ഫേവർ ആയിരിക്കും. വലിയൊരു പ്രശ്നത്തിൽ തന്നെ അബിയെ സേവ് ചെയ്യാൻ കഴിയുകയൊക്കെ നിങ്ങൾക്ക്. ഓഫ് കോഴ്സ് ഞാൻ പറയാം. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാ. അദ്ദേഹത്തിന് വേണ്ടി ഇതെങ്കിലും ചെയ്യണ്ടേ? ആൻഡ് ആഫ്റ്റർ ഓൾ സത്യമല്ലേ പറയേണ്ടത്? അന്ന് രാത്രി ഞാൻ കണ്ടത് അതുപോലെ തന്നെ പറയാം. താങ്ക് യു സോ മച്ച്. നിങ്ങളെപ്പോൾ എവിടെ വരണമെന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ, ഐ ഹാവ് ടു ഗോ. ബൈ. മമ്മി കണ്ടോ മെഹന്തിക്ക് വേണ്ടി എന്തൊക്കെയാന്ന്? ഓ മൈ ഗോഡ്, ഞാൻ വളരെ എക്സൈറ്റഡാ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെയാണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ മെഹന്തി ഇടും. അവിടെ പുറകില് ഫുഡിന്റെ അറേഞ്ച്മെന്റ്സും ഉണ്ടാവും. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഹോ നൈസ് അല്ലേ? കണ്ടില്ലേ ചേച്ചി, സന്തോഷം കൊണ്ടെല്ലാത്തിനും വട്ടായെന്നാ തോന്നുന്നത്. പ്രിയ വന്നു. വാ പോകാം. ഇത്ര നേരം എവിടെയായിരുന്നു? എന്താ വൈകിയത്? സോറി അച്ഛമ്മ, അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒരാളെ കാണാൻ പോയി. അയാളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരെയാ? അച്ഛമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒന്ന് സ്മൈൽ നമസ്കാരം ആന്റി. ഇന്ന് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? കണ്ടിട്ട് വളരെ ഓക്കെ ആണല്ലോ. അതൊക്കെ പോട്ടെ, ആന്റിക്ക് ഈ ഡെക്കറേഷൻസും അറേഞ്ച്മെന്റ്സും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ആന്റിക്ക് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് പറയണം. ഞാൻ ഉടനെ എല്ലാം ചേഞ്ച് ചെയ്യാം. ഇന്ന് ആന്റിയുടെ മോളുടെ മെഹന്തി അല്ലേ? നിങ്ങൾക്കിത് വളരെ സ്പെഷ്യൽ ഡേ അല്ലേ? ആന്റിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നീ എന്താ പറയാൻ വരുന്നത്? തനുവിന് എന്തിനാ ദേഷ്യം വരുന്നേ? ദേഷ്യം വരാനുള്ള കാരണമൊന്നും ഇല്ലല്ലോ. ഇന്ന് നിങ്ങളുടെ മെഹന്തി അല്ലേ? അപ്പൊ സന്തോഷായിട്ടിരിക്കണ്ടേ? ഇനി നിങ്ങൾ അപ്സെറ്റ് ആയാൽ ആന്റി ചിലപ്പോ എന്നെ വഴക്ക് പറയും. നിങ്ങൾ അപ്സെറ്റ് ആവുന്ന കണ്ടിട്ട് ആന്റിക്ക് അറ്റാക്ക് എങ്ങാനും വന്നാലോ? അതേക്കുറിച്ച് പോലും പേടിക്കണ്ട. അതിനു വേണ്ട അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നും ഉണ്ടാവാതിരിക്കാനായി ഒരു ഡോക്ടറെ തന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇന്നത്തെ ദിവസം മുഴുവൻ ആന്റിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ആന്റിയെ ശ്രദ്ധിക്കും, ആന്റിയുടെ ആരോഗ്യം നോക്കും. ഇനി ആന്റിക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ മെഡിക്കൽ അറ്റൻഷനും കിട്ടും. പിന്നെ ആന്റിയുടെ ആരോഗ്യം പഴയതുപോലെയാകും. ഇന്നത്തെ ഫംഗ്ഷനെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. വാട്ട് ദ ഹെൽ? ഈ ഫംഗ്ഷനിൽ ഡോക്ടറുടെ ആവശ്യം എന്താ? എന്റെ മമ്മി ഓക്കെ ആണല്ലോ. അതെ, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ സമയത്തിന്റെ കാര്യം അത് നമ്മുടെ കയ്യിലല്ലല്ലോ. അയ്യോ, ഇപ്പോഴാ ഓർത്തത്. എത്ര നേരമായി ഡോക്ടർ സാർ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ അകത്തോട്ട് വിളിച്ചില്ല. ഡോക്ടർ സാർ,
നമസ്കാരം. 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 നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ഇതാണ് ആന്റി. ഹലോ ആന്റി ഇതാണ് ഡോക്ടർ. ഡോക്ടർ സാർ, ഇന്ന് മുഴുവൻ ആന്റിയെ നന്നായിട്ട് സാറ് ശ്രദ്ധിക്കണം. എപ്പോഴും ആന്റിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഹലോ മാഡം. മാഡം പ്ലീസ് നിങ്ങൾ ഇരിക്കൂ. എന്തിനാ നിൽക്കുന്നത്? അധിക നേരം നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. വരൂ പ്ലീസ് ഇരിക്കൂ. നികിത, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിന്നോട് മുകളിലോട്ട് വരാനല്ലേ പറഞ്ഞത്? അബി, നിന്റെ സെക്രട്ടറി നമ്മുടെ ഫംഗ്ഷൻ കൊളമാക്കിക്കൊണ്ടിരിക്കുക. ഫംഗ്ഷൻ കൊളമാക്കുന്നു? അതെ, ഡോക്ടറെ വിളിക്കാനുള്ള പെർമിഷൻ ഇവൾക്ക് ആര് നൽകിയത്? ഇവള് ഡോക്ടറെ വിളിച്ചിരിക്കുന്നു. ഫംഗ്ഷൻ ആരെങ്കിലും ഡോക്ടറെ വിളിക്കോ? ഡോക്ടറോ? അതെ, ഡോക്ടർ. എന്റെ മമ്മിക്ക് വേണ്ടി 24 മണിക്കൂർ എന്റെ മമ്മിയുടെ കൂടെ നടന്നാൽ മമ്മിയുടെ മൂഡ് ചീത്തയാവില്ലേ? അവർ മെഹന്തി ഫംഗ്ഷൻ എങ്ങനെ എൻജോയ് ചെയ്യും? പിന്നെ ഇതൊക്കെ ഇവള് മനഃപൂർവ്വം ചെയ്യുന്ന. നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഐ എം സോറി സാർ. എനിക്കറിയാം ഞാനിതൊക്കെ ചെയ്യുന്നതിന് മുൻപ് സാറിനോട് പെർമിഷൻ ചോദിക്കണമായിരുന്നു. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാൽ വളരെ അർജന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഡോക്ടറെ ഉടനെ വിളിച്ചു. അത് സാർ തന്നെ ചിന്തിച്ചു നോക്ക്. ഇന്നലെ തന്നെ ആന്റിയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു. ഇനി ഇന്നത്തെ ഫംഗ്ഷന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോ. സോറി, ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പൊ ഒരു ഡോക്ടർ കൂടെ ഉണ്ടാവുന്നത് വളരെ നല്ലതല്ലേന്ന് തോന്നി. ആന്റിയുടെ ആരോഗ്യം കൺസിഡർ ചെയ്തല്ലേ സാർ ഈ ഫംഗ്ഷനൊക്കെ ഇത്ര പെട്ടെന്ന് സംഘടിപ്പിച്ചത്. അപ്പൊ അതിനിടയില് നിങ്ങളുടെ സന്തോഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. ഡോക്ടർ എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് ഒരു മുൻകരുതല. ഫംഗ്ഷനെ ഇത് ബാധിക്കേയില്ല. എന്ത് ജീനിയസാ നീ! കൃത്യസമയത്ത് കറക്റ്റ് കാര്യമാണ് നീ ചെയ്തത്. വെൽ ഡൺ നികിത. തനു, നീ ഇവളോട് താങ്ക്സാ പറയേണ്ടത്. ശരിക്കും ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാ. അത് ഇവള് ചിന്തിച്ചതിന് താങ്ക്സ് അല്ലേ പറയേണ്ടത്? നിന്റെ അമ്മയുടെ അവസ്ഥ ഇന്നലത്തെ പോലെ മോശമായാൽ നമുക്ക് മെഹന്തി സമയത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണോ? അച്ഛമ്മ തന്നെ പറ, ഇതേപോലെ ഒരു സെക്രട്ടറി നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ ആന്റി? ഏയ് ഇല്ലില്ല. ഇനി വേഗം മുകളിലോട്ട് വാ, എന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യണം. നീ എന്താ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? ഗസ്റ്റ് എളുപ്പം വരും. മെഹന്തിക്ക് സമയമായി. ഗെറ്റ് റെഡി, പെട്ടെന്ന് അവിടെ. നീ ഇങ്ങോട്ട് വാ. യുനോ, നീ തനുവിന്റെ അമ്മയുടെ കാര്യം നോക്കിയില്ലേ? ഐ എം റിയലി ഇംപ്രസ്ഡ്. സാർ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണോ? അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ ഇതൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഈ ജോലിയൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ സിമ്പിളാ. ആണോ? ആ ബാഗ് നീ താഴെ വെക്ക്. ഇനിയുള്ള ജോലിയൊക്കെ നീ പെട്ടെന്ന് ചെയ്യണം. ഓക്കെ? എന്താന്ന്? ഇതാണ് നിനക്കുള്ള അടുത്ത അസൈൻമെന്റ്. ഇത് താങ്കളുടെ വാർഡ്രോബ് അല്ലേ? ആ, ഇതെന്റെ വാർഡ്രോബാ. ഇവിടെ വെച്ച് തന്നെയാ നിന്റെ പുതിയ അസൈൻമെന്റ്. എന്ന് വെച്ചാ ഇന്ന് എന്റെ മെഹന്തി അല്ലേ? എന്റെ മെഹന്തിയുടെ കോസ്റ്റ്യൂം എന്തായാലും നീ തന്നെ ഡിസൈഡ് ചെയ്യണം. അത് നീ എത്രയും പെട്ടെന്ന് എനിക്ക് സെലക്ട് ചെയ്ത് തന്നേ പറ്റൂ. അത്ര പാടുള്ള പണിയൊന്നും അല്ലല്ലോ. സാർ ഇന്ന് വളരെ കോൺഫിഡന്റ് ആയി കാണുന്നല്ലോ. എന്താ, ഇതിനു മുമ്പ് ഞാൻ കോൺഫിഡന്റ് അല്ലായിരുന്നു? ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ വരെ സാറ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഓർത്ത് വളരെ നെർവസ് ആയിരുന്നു. ഇതോ? ഇതെന്താ? സാറിന്റെ സൂട്ട്. എന്റെ ബർത്ത്ഡേ അല്ല, മെഹന്തിയാ. സൂട്ട് ആരെങ്കിലും മെഹന്തി കിടുവോ? സാറ് പറഞ്ഞില്ലല്ലോ അത്. അത് നല്ലതായിരുന്നല്ലോ. നീ എന്താ തിരിച്ചു വെച്ചേ? ഇല്ലില്ല, അത് ഇന്ന് വളരെ കോൺഫിഡന്റ് അല്ലേ? അതെങ്ങനെ? അത് ആക്ച്വലി ഇന്നലെ തനു എന്നോട് സംസാരിച്ചു. അത് കേട്ടതിന് ശേഷം എനിക്കുണ്ടായിരുന്ന കൺഫ്യൂഷൻ ശരിക്കും നെർവസ് ആയിട്ട് മാറി. ആണോ? അങ്ങനെ എന്താ പറഞ്ഞത്? അവള് ശരിക്കും പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നമ്മുടെ നാട്ടിൽ അറേഞ്ച് മാരേജ് കൂടുതൽ സക്സസ്ഫുൾ ആവുന്നതിന്റെ കാരണം നമ്മൾ പാർട്ട്നേഴ്സിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് കൊണ്ടെന്നാ. പിന്നെ അതുമല്ല, നമ്മൾ പരസ്പരം മറ്റൊരാൾക്ക് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. എന്ന് വെച്ചാൽ സാക്രിഫൈസ്, അഡ്ജസ്റ്റ്മെന്റ്.
അതോടെ പരസ്പരമുള്ള സ്നേഹം കൂടുന്നു, റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുന്നു. എനിക്കത് ശരിയാണെന്ന് തോന്നി. നമ്മുടെ കല്യാണവും ഹാഫ് അറേഞ്ച്ഡും ഹാഫ് ലവും ആണല്ലോ. ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കും അല്ലേ? ആഹാ, അപ്പൊ തനു ഈ മന്ത്രമാണ് അദ്ദേഹത്തോട് ഉപദേശിച്ചിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ അദ്ദേഹം ആ വലയിൽ കുടുങ്ങും. ശരി, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ ഐഡിയ കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? വേസ്റ്റാ, വെറും വേസ്റ്റ്. വേസ്റ്റോ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? അത് കേൾക്കേണ്ട താമസ സാർ വിശ്വസിച്ചോ? ആ ഫാക്ട് എന്തായാലും സത്യമല്ലേ? എന്ത് ഫാക്ടാണ് സാർ? അറേഞ്ച് മാരേജുകളിലും ഡിവോഴ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാവോ? ആ, ലവ് മാരേജ് സംഭവിക്കുന്ന പോലെ അറേഞ്ച് മാരേജിലും ഉണ്ടാവുന്നുണ്ട്. എങ്ങനെ? ആ, സാറിന് വേണ്ടി ചിലപ്പോ പുതിയൊരു അലമാര തന്നെ വാങ്ങിക്കേണ്ടി വരും. ഇത്രയും ഡ്രസ് ഉണ്ടായിട്ട് ഒരെണ്ണം കിട്ടുന്നില്ലെന്നേ. ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും കല്യാണ പെണ്ണ് എത്ര പെട്ടെന്ന് സെലക്ട് ചെയ്ത്? അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ നോക്കിയതാ. നീ ഇപ്പോ ഒത്തിരി ഡ്രസ്സ് നോക്കിയല്ലേ? പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ആ, ഈ ഡ്രസ്സ് മതി. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഞാനും ഒരു സിമ്പിൾ ആണല്ലോ. ആ, എന്നാലും അറേഞ്ച് മാരേജ് അല്ലേ, ഇതൊക്കെ മതിയായിരിക്കും. സാർ ഇട്ടോളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തുദ്ദേശിക്കാനാ? ഞാൻ സാറിന്റെ സന്തോഷമല്ലേ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോ സാർ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും. ശരി, നീ ഒരു കാര്യം എന്നോട് പറഞ്ഞേ. ഞാൻ എന്തായാലും ഒരു പെൺകുട്ടിയെ ഡിസൈഡ് ചെയ്തു. ഇന്ന് മെഹന്തിയുമാണ്. ഇനി ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹാപ്പി ആയിരിക്കോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിപ്പോ എങ്ങനെ ഞാൻ പറയും? സാറ് കല്യാണം കഴിക്കാനുള്ള ഡിസിഷൻ എടുത്തു, ആലോചിച്ചും ചിന്തിച്ചൊക്കെ ആയിരിക്കില്ലേ എടുത്തത്. നീ എന്തായി ചെയ്യുന്നത്? നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനുള്ള മറുപടി ആരാ തരിക? എന്റെ ചോദ്യങ്ങളാണോ കുഴപ്പം? സാർ വളരെ കോൺഫിഡന്റ് ആയിരുന്നല്ലോ. നോക്ക് നികിത, എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ. നീ എന്നെ വെറുതെ ടെൻഷൻ ആക്കുക. നീ പറ, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഇപ്പോ എന്ത് ചെയ്തേനെ? ഞാൻ എന്ത് ചെയ്യുന്ന അറിഞ്ഞിട്ട് സാറിന് എന്ത് ഗുണം ഉണ്ടാവാനാ? നീ ആദ്യം എന്ത് ചെയ്യൂന്ന് പറ. എനിക്കത് ചിന്തിക്കേണ്ടി വരും. ആദ്യം എന്റെ ചോദ്യത്തിനുള്ള മറുപടി താ. ഹലോ ഹലോ, എവിടെയാ ചേച്ചി? ഡ്യൂട്ടിയില്. ആ ചേച്ചി, പിന്നെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യമില്ലേ, അത് നടന്നു കേട്ടോ. നടന്നോ? ആ ചേച്ചി, ഇനി ചേച്ചി എന്തായാലും നോക്കിക്കോ. ഞാൻ എങ്ങനെയാ തനുവിന്റെ ആ ഫംഗ്ഷൻ മുടക്കിയിട്ട് അവരുടെ സത്യങ്ങളെല്ലാം പുറത്തുകൊണ്ടുവരുന്നതെന്ന്. ശരി, അപ്പോ ഞാൻ നിന്നെ അങ്ങോട്ട് ഫോൺ ചെയ്യാം. ഹലോ, എന്റെ ഫോൺ. ഹലോ ചേച്ചി, ഈ അബിയുടെ കാര്യം നേരെ സംസാരിക്കാൻ സമ്മതിക്കുകയില്ല. ഇനി എന്തായാലും നോക്കാം. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തനുവിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ആദ്യം ഞാൻ ചോദിച്ചെന്റെ മറുപടി താ. ആദ്യം സാർ എന്റെ ഫോൺ തന്നെ, എന്നാലേ മറുപടി പറയൂ. പിടിക്ക്. ഇനിയിപ്പോ ഞാൻ സാറിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ എന്റെ ആ വുഡ് ബിയോട്, ലൈഫ് പാർട്ട്ണറോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എന്ത്? അത് നമ്മൾ വഴക്കിട്ടിരിക്കുമ്പോഴും എന്റെ കുടുംബത്തിനൊരു ആവശ്യം വന്നാൽ ആ സമയത്ത് അവരെ അദ്ദേഹം സഹായിക്കുമെന്ന്. അതെന്ത് ചോദ്യ? ചോദ്യം ഇമ്പോർട്ടന്റ് അല്ല, ഉത്തരവാണ് ഇമ്പോർട്ടന്റ്. ഒരു പെൺകുട്ടി അവളുടെ വീടിനെ ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച് സ്വന്തം ഭർത്താവാണ് അവളുടെ ലോകമെന്ന് വിശ്വസിച്ച് കഴിയുമ്പോ, അദ്ദേഹത്തിന്റെ സങ്കടവും ദുഃഖങ്ങളും എല്ലാം അവളും ഏറ്റെടുക്കുമ്പോ അവൾക്കൊരാവശ്യം വന്നാൽ അദ്ദേഹം സഹായിക്കുമെന്ന് അറിയണ്ടേ? അപ്പോ ഈ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകേണ്ടത്? ഇത് തന്നെ. അതായത് നമുക്കിടയിൽ എന്ത് പ്രശ്നം വന്നാലും കുടുംബമാണ്, കുടുംബത്തിന്റെ എല്ലാ അവസ്ഥയിലും സാഹചര്യത്തിലും കൂടെ തന്നെ ഉണ്ടാവുന്നു. അത് പോയിന്റാണ്. ശരിയാ. വാവ്, നീ ഇത് എവിടെന്നാ വാങ്ങിയേ? ഇത് ഞാൻ ഇന്നലെ സാറിന്റെ ഡിസൈനറിനെ ഫോൺ ചെയ്ത് ഓൺലൈനിൽ സെലക്ട് ചെയ്ത് വരുത്തിച്ചതാ. നിക്കു, ദിസ് ഈസ് ടു ഗുഡ്. നിന്നിന്ന് ഞാൻ ഇതാ പ്രതീക്ഷിച്ചത് ബലൂണേ. ഇനി വേഗം നീ പുറത്തു പോകാൻ നോക്ക്. ഞാനിതൊന്ന് ഫിറ്റ് ആവും നോക്കട്ടെ. അത് ഒബ്വിയസ്ലി എന്തായാലും ഞാൻ ട്രൈ ചെയ്യും. വേഗം ചെല്ല്. ഈ ഡ്രസ്സ് ഞാൻ നിട്ട് നോക്കട്ടെ. ചെല്ല്. ഔട്ട് യു ഗോ. വാവ്,
എന്ത് ഫിറ്റിംഗാ, എന്ത് കോമ്പിനേഷനാ, എനിക്ക് വളരെ ഇഷ്ടമായി. സാർ ഇപ്പൊ എന്താ പറഞ്ഞേ? പെർഫെക്റ്റ് ഫിറ്റിംഗ്, പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. അതല്ല. എനിക്കറിയാം, നീ ഓൺലൈനിലൂടെ വരുത്തിയതല്ലേ, ഡിസൈനർ ത്രൂ. നീ ഇതിന് ചെലവായത് എത്രയെന്ന് വെച്ചാ പറഞ്ഞോ, ഞാൻ ക്യാഷ് അങ്ങ് തന്നേക്കാം. ഇല്ലില്ല, അകത്ത് വെച്ച് സാർ പറഞ്ഞില്ലേ? സാർ എന്ത് പേര് പറഞ്ഞ എന്നെ വിളിച്ചേ? ആ പേര് ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ പറയൂ സാർ, എന്താ വിളിച്ചേ? നിന്നെ ഞാൻ നിന്റെ പേരല്ലേ വിളിച്ചത്? ഇല്ലില്ല, എന്റെ പേരല്ല, വേറൊരു പേര് പറഞ്ഞ സാർ എന്നെ വിളിച്ചത്. നീ എന്താ ഈ പറയുന്നത്? ഞാൻ നിന്നെ പേര് പറഞ്ഞല്ലേ വിളിക്കൂ? നികിത എന്നാ വിളിച്ചത്. അല്ല സാർ, നികിത വലിയ പേരല്ലേ? അത് ഒരു ചെറിയ പേര്, ഷോർട്ട് പേരായിരുന്നു, നിക് നെയിം പോലെ. നിക്? നിന്റെ നിക് നെയിം എന്താ? നിക്കൂന്നായിരിക്കും വിളിച്ചത്. ഇല്ലില്ല, നിക്കു അല്ല സാർ, വേറെ പേരാ, ഒരു ഷോർട്ട് പേരാ. ഒന്ന് ഓർത്തേ, ബാവച്ച തുടങ്ങുന്ന, ബാവച്ച്. ഒന്ന് ഓർത്തേ, ബലൂൺ. ബലൂണോ? ഇതെന്ത് പേരാണ്? ഞാനെന്തിനാ നിന്നെ ബലൂണെന്ന് വിളിക്കുന്നേ? നിന്റെ പേര് നികിതയെന്നല്ലേ, അതുകൊണ്ട് സ്നേഹത്തോടെ നിക്കു, ഐ മീൻ ഷോർട്ടായിട്ട് നിക്കു എന്ന് വിളിക്കും. അതുകൊണ്ട് ആ സമയത്ത് നിക്കു എന്ന് വിളിച്ചതായിരിക്കും. ഇല്ല സാർ എന്നെ ബലൂൺ എന്നാ വിളിച്ചേ. നീ കേട്ടത് തെറ്റിപ്പോയി കാണും. ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ഞാൻ എന്തിനാ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നേ? ഹൗ ഐ ആം ലുക്കിംഗ്? നന്നായിട്ടുണ്ട്. വാ, താഴെ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും നീ എന്തെങ്കിലും പുറകിലൂടെ വരുന്നത്? എന്റെ കൂടെ വാ. പിന്നെ ആരെങ്കിലും എന്റെ അടുത്തോട്ട് വരികയാണെങ്കിലേ എനിക്ക് നീ അവരുടെ പേര് പറഞ്ഞു തരണം. ഞാൻ മറന്നുപോയിന്ന് അവർക്ക് തോന്നാൻ പാടില്ല. ലെറ്റ്സ് ഗോ. എന്റെ ഭഗവാനെ, ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. ഇവരെ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോ എന്ത് സന്തോഷമാ. ഹലോ അഭി. ഇത് മിസ്റ്റർ മേനോൻ, തനുവിന്റെ പപ്പ, സാറിന്റെ ഭാവി അമ്മായിയച്ഛൻ. പിന്നെ എനിക്കറിയില്ലേ. കൺഗ്രാറ്റുലേഷൻസ്. സാർ ഇവിടെ എന്താ ചെയ്യുന്നേ? ആന്റിയുടെ അവസ്ഥ കണ്ടില്ലേ, വളരെ മോശമല്ലേ? സാർ പോയി അവരെ നന്നായി ശ്രദ്ധിക്കൂ. അങ്ങനെ ആവട്ടെ, ഞാൻ പോവാ. സാറ് വരൂന്നേ, അങ്ങോട്ട് വരും. ഏയ് സുരേഷ്. ഹലോ Hi, സർ. how are you? നൈസ് ടു മീറ്റ് യു. Thank you. സാർ ഈയിടെയായിട്ട് ഒരുപാട് സർപ്രൈസ് വരുന്നുണ്ടല്ലോ. സാർ ഇങ്ങനെ സർപ്രൈസ് വന്നുകൊണ്ടിരുന്ന പബ്ലിക്കിന് ഒരു വലിയൊരു ഷോക്കാവും. സത്യം പറഞ്ഞ റിയലി ഐ ആം ഷോക്ക്ഡ്. ഐ ആം റിയലി ഷോക്ക്ഡ്. എസ്പെഷ്യലി ഗേൾസ്. കാരണം നിങ്ങളുടെ കല്യാണക്കാര്യം അറിഞ്ഞ ഫീമെയിൽ ഫാൻസിനൊക്കെ ശരിക്കും ദേഷ്യം വരും. ഇല്ല, റിയൽ ഫാൻ ഒരിക്കലും ഇതൊന്നും തെറ്റായിട്ട് തോന്നുകയില്ല, അല്ലേ? അബി, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഇവളുടെ ഈ ഡ്രസ് കണ്ടില്ലേ, ശരിക്കും മെഹന്തിക്ക് ചേരുമല്ലേ? മെഹന്തി. പ്രണവ്, ഒരു മിനിറ്റ്. നീ എന്താണ് ഈ കാണിക്കുന്നത്? എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുക. നീ എപ്പോഴും ലേറ്റ് ആയിട്ടേ വരൂ. നീ ഇല്ലാതെ എങ്ങനെയാണ് എന്റെ കാര്യങ്ങളൊക്കെ? ഞാനില്ലെങ്കിൽ ഇപ്പൊ എന്താ? നീ ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഇവിടെ കിട്ടിയപ്പോ നമ്മളൊക്കെ മറന്നല്ലോ. 1 സെക്കൻഡേ. പെൺകുട്ടിയെ കിട്ടിയെന്ന് വെച്ച് നീ എന്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തല്ലേ? ഞാൻ നിന്നെ അങ്ങനെ മറക്കൂ? യു കണ്ടിന്യൂ. മറന്നില്ലെങ്കിലും എനിക്ക് വലിയ വാല്യൂ ഒന്നും ഇല്ലല്ലോ. നിന്റെ കല്യാണത്തിന്റെ കാര്യം ഞാൻ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞിറങ്ങി. എന്തായാലും നല്ല ഫ്രണ്ടാ. എന്റെ പൊന്നു പ്രണവ്, ഇത് കല്യാണമൊന്നും അല്ല, ഇത് ജസ്റ്റ് വെറും ഒരു മെഹന്തിയല്ലേ? മെഹന്തിയാണ്. ഇത് കഴിഞ്ഞാൽ കല്യാണമാണല്ലോ. പിന്നെ ഞാൻ എന്ത് പറയാനടാ, കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായി പോയില്ലേ? പിന്നെ ഇവളുടെ അമ്മയുടെ കാര്യം പറയുവാണെങ്കിൽ പോവാൻ റെഡിയായിട്ട് നിൽക്കുക. ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം പോവാൻ. അറിയാം. അച്ഛമ്മ എന്നോട് പറഞ്ഞു ഇന്നലെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞല്ലേ. ഓക്കെ. നിന്റെ അമ്മ ഓക്കെ അല്ലേ? കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. അല്ല, നീ എവിടെ പോവാ? ഇപ്പൊ വരടാ. സാർ, വേറെ കുറച്ച് ആൾക്കാർ. സാർ അബി, ഞാൻ ഇന്ന് നിന്റെ കൂടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. നീ എവിടെ പോയാലും ഞാൻ അവിടെ വരും. ഓക്കെ? എങ്കിൽ ശരി. അവിടെ പോണോ? ഇവിടെ പോണോ? അവിടെ.